ഇന്നലെ ഒരു ഫോണിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോ വരും എൻ്റെ പുറകെ തന്നെ ആളുകളുണ്ട്. ഇന്നലത്തെ വിവാദം സത്യത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് തെറി വിളിച്ചിങ്ങാണ്ട് പോകാം. കാൽനട യാത്രയായി ഹജ്ജ് ചെയ്തെന്ന് അവകാശപ്പെടുന്ന ഷിഹാബ് ചോറ്റൂരുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ വിവാദത്തിൽ വിശദീകരണവുമായി ഷിഹാബ് ചോറ്റൂർ രംഗത്ത്. രാജസ്ഥാനിൽ നിന്നാണ് വീഡിയോ വഴി വിശദീകരണം നൽകിയത്. സെൽഫി എടുക്കാനായി ഓടിയെത്തിയ യുവാവിന്റെ ഫോൺ പിടിച്ചെടുത്ത് എറിഞ്ഞതാണ് വിവാദത്തിന് കാരണമായത്. സംഭവം ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും 1 കിലോമീറ്റർ മാറിയുള്ള പ്രദേശത്തെ ആദിവാസി മുസ്ലിം വിഭാഗത്തിനായി നടത്തിയ പരിപാടിയിലാണ് രോഷാകുലനായ ആദിവാസി യുവാവ് മുതിർന്നവരെയും പരിപാടി കമ്മിറ്റിക്കാരെയും തള്ളിമാറ്റി ഫോട്ടോ എടുക്കാനായി കടന്നുവന്നതെന്ന് ഷിഹാബ് പറയുന്നു. ഇതാണ് നിലവിട്ട് പെരുമാറാൻ ഇടയായതെന്ന് ഷിഹാബ് പറഞ്ഞു. പിന്നീട് ഇയാളെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും ഇതൊക്കെ വഹാബികളും നിരീശ്വരവാദികളും മറച്ചുവെക്കുകയാണെന്നും ഷിഹാബ് ആരോപിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും ഇപ്പം മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ ഉള്ളത് ജോധ്പൂർ രാജസ്ഥാനിലാണ്. ഇന്നലെ ഒരു ഫോണിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോ വരും എൻ്റെ പുറകെ തന്നെ ആളുകളുണ്ട്. ഇന്നലത്തെ വിവാദം സത്യത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് തെറി വിളിച്ചിങ്ങാണ്ട് പോകാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു BJP കാരനുമല്ല. നിങ്ങൾ എന്നെ BJP കാരാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളും റബ്ബുമായിട്ടായിക്കോളി. ഞാൻ എൻ്റെ അസ്തിത്വം പണയം വെച്ചിട്ട് ആർക്കും ഒന്നുമില്ല. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും അല്ലെങ്കിൽ അസ്തിത്വം പണയം വെക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ അങ്ങനെ ഉദ്ദേശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബും നിങ്ങളും തമ്മിലായിട്ടാവുക. എൻ്റെ റബ്ബും ഞാനും തമ്മിലുള്ളത് ഞങ്ങളായിക്കൊള്ളാം. രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്റെ അസ്തിത്വം ആർക്കും ഞാൻ പണയം വെച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, തന്നെ പരിഹസിക്കുന്നവർ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടേണ്ടി വരുമെന്നും ഷിഹാബ് ഓർമ്മിപ്പിച്ചു. തനിക്കെതിരെ വീഡിയോ ചെയ്ത പല മാധ്യമങ്ങളും പണ്ഡിതന്മാരും തന്നോട് മാപ്പ് ചോദിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോഴും ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഷിഹാബ് അവകാശപ്പെട്ടു. ഫോൺ വിവാദവുമായി ബന്ധപ്പെട്ട് ഷിഹാബ് ചോറ്റൂരിന്റെ വിശദീകരണത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും ഇപ്പോൾ മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ജോധ്പൂരിലാണ്. ഇന്നലെ ഒരു ഫോണിന്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഓരോ വീഡിയോകളും പുറത്തു വരും. അപ്പോഴൊക്കെ എൻ്റെ പുറകിൽ ആളുകൾ ഉണ്ടാകും. സത്യത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് തെറി വിളിച്ച് പോകാം. അതിനു മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു BJP കാരൻ അല്ല. നിങ്ങൾ എന്നെ BJP കാരൻ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും റബ്ബുമായിട്ട് ആയിക്കോളി. എൻ്റെ അസ്തിത്വം ആരുടെയും മുന്നിൽ പണയം വെച്ചിട്ടുമില്ല. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അസ്തിത്വം പണയം വെക്കാൻ ഞാനില്ല, ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇനി അങ്ങനെ ഞാൻ ഉദ്ദേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളും നിങ്ങളുടെ റബ്ബും തമ്മിൽ ആയിക്കൊള്ളുക. എൻ്റെ റബ്ബും ഞാനും ഉള്ളത് ഞങ്ങളായിക്കൊള്ളാം. ഫോണിൻ്റെ എറിഞ്ഞ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ആ പരിപാടിയിലേക്ക് പ്രായമുള്ളവരെ തള്ളിമാറ്റി ഓടിവന്ന പയ്യനായിരുന്നു അത്. അത് കാണിക്കുന്ന വീഡിയോ വഹാബികൾ കട്ട് ചെയ്തു. ശേഷമുള്ള വീഡിയോകളും വഹാബികളും യുക്തിവാദികളും ചേർന്ന് കട്ട് ചെയ്താണ് പ്രചരിപ്പിച്ചത്. സംഭവത്തിനു ശേഷം അയാളെ കെട്ടിപ്പിടിച്ച് ഞാൻ മാപ്പ് പറയുന്നുണ്ട്, അതേ സ്റ്റേജിൽ നിന്ന് തന്നെ. പക്ഷേ അതൊന്നും പുറത്തു വന്നില്ല. ഇത് ബംഗ്ലാദേശിന് സമീപത്താണ് സംഭവം. മുസ്ലിം ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന രോഷാകുലനായ ചെറുപ്പക്കാരൻ ആയിരുന്നു അത് മുസ്ലിം ആദിവാസി പ്രദേശമാണ്. ജനങ്ങൾക്ക് അറിവ് വളരെ കുറവുള്ള ആളുകളാണ്. പക്ഷേ അവർ രോഷാകുലരാണ്. 10,000-കണക്കിന് ആളുകൾ കൂടിയ ആ പരിപാടിയിൽ ഈയൊരു മനുഷ്യൻ ഉസ്താദുമാരെയും കമ്മിറ്റി ഭാരവാഹികളെയും മാറ്റി ഓടിവരുന്ന വീഡിയോ ഒരുപക്ഷെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. സംഭവം ഉണ്ടായതിനു ശേഷം അയാളെ ഞാൻ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഇയാളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നും ഞാൻ ഉപദേശിച്ചിരുന്നു. അവിടെ വെച്ച് തന്നെ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. എറിഞ്ഞ മൊബൈലിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കി മാപ്പ് പറയുന്ന വീഡിയോ ഉണ്ട്. അതും പുറത്തു വരില്ല. കാരണം എല്ലാവർക്കും തിന്മകൾ മാത്രമാണ് അറിയേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ കയറില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ പോലും അൽഹംദുലില്ലാ ഇന്നുവരെ പറ്റിക്കുകയോ കളവ് പറഞ്ഞിട്ട് ഒന്നും നേടിയെടുത്തിട്ടുമില്ല. ഇന്നുവരെ ഇത്രയൊക്കെ വിവാദം ഉണ്ടായിട്ടും ഷിഹാബ് ചോറ്റൂർ ഒരാളെ പറ്റിച്ചു എന്നോ
പണം പിരിച്ചു എന്നോ 1 രൂപ ഒരാളിൽ നിന്നും വാങ്ങിയോ എന്നോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് സംഭവിക്കാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ കേൾക്കാത്തത്. ആ ഒരു ധൈര്യം തന്നെയാണ് എനിക്കുള്ളത്. നിങ്ങൾ എന്നെ എന്ത് തെറി വേണമെങ്കിലും വിളിച്ചുകൊള്ളുക, പക്ഷെ എൻ്റെ വീട്ടുകാരെ തെറി പറയരുത്. വീട്ടുകാരെ തെറി പറയുന്ന ഏതവരാണെങ്കിലും എനിക്ക് ബാപ്പയും ഉമ്മയും ഉള്ളതുപോലെ നിങ്ങൾക്കും ബാപ്പയും ഉമ്മയും ഉണ്ടെന്ന് മറക്കാൻ പാടില്ല. എല്ലാവരോടും സ്നേഹം മാത്രം. ഇനിയും ഒരുപാട് വിവാദങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വഹാബികളും യുക്തിവാദികളും നിങ്ങളുടെ പണി തുടർന്നുകൊണ്ടിരിക്കുക. എൻ്റെ പണി ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. ഞാനൊരു ഔലിയ അല്ല, പണ്ഡിതനല്ല, ഒരു വിദ്യാഭ്യാസം ഉള്ളവനും അല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യൻ. നിങ്ങൾ പറയുന്നത് പോലെ യൂട്യൂബ് ഹാജി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ചെല്ലുന്നിടത്തെല്ലാം 10,000 ഒരുമിച്ച് കൂടുന്നു. അറിവില്ലാത്ത, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരാളിൽ നിന്നും പിരിവെടുത്തല്ല, എൻ്റെ സ്വന്തം സമ്പത്ത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് തരുന്ന ആ തുച്ഛമായ പണമാണ് ഞാൻ ഇതിനായി ചെലവഴിക്കുന്നത്. എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ. മൊബൈൽ ഫോൺ എറിഞ്ഞ ആ സ്റ്റേജിൽ പ്രായമായ മലയാളികളായ ഉസ്താദുമാരുണ്ട്. അവർ ആ സംഭവം കണ്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വിലയിടുമ്പോൾ പരലോകത്ത് ചിലപ്പോൾ നമ്മളൊന്ന് നേരിടേണ്ടി വരും. എന്നാൽ എൻ്റെ കയ്യിൽ നിന്നും വരുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും നിങ്ങൾ ഉണർത്തി തരുന്നത് കൊണ്ട് അത് തിരുത്താൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ദൈവം പുറത്തു തരട്ടെ. ഒരു ഹിന്ദിക്കാരുടെ ഇടയിലും ഞാൻ അറിവുള്ള ആളാണെന്ന് പറഞ്ഞ് ഇതുവരെ പോയിട്ടില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയാണ് ഞാൻ ഹജ്ജ് യാത്ര നടത്തിയതെന്നാണ് ഞാൻ ഹിന്ദിക്കാരോട് പറയാറുള്ളൂ. മുൻപ് പല വിവാദങ്ങൾ ഉണ്ടായപ്പോഴും വീഡിയോ ചെയ്ത ആളുകൾ പിന്നീട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പല മാധ്യമങ്ങളുമുണ്ട്. വലിയ തലക്കെട്ട് കെട്ടിയ പണ്ഡിതന്മാരും ഉണ്ട്. അമ്പലത്തിൽ പാട്ട് പാടാൻ പോയെന്ന് പറഞ്ഞില്ലേ, അത് ഒരു കളവായിരുന്നില്ലേ? വഹാബികളുടെ പുസ്തകം പ്രചരണം നടത്താൻ പോയെന്ന് പറഞ്ഞ് ജീവൻ ഉണ്ടെങ്കിൽ അവരുടെ പുസ്തകം പ്രചരിപ്പിക്കാൻ ഞാൻ പോകുമോ? അതൊക്കെ കളവായില്ലേ? എന്നെക്കുറിച്ച് നാടകം നടത്തിയ ഒരാൾ ഫോണിൽ വിളിച്ച് മാപ്പ് ചോദിച്ചിരുന്നു. നിങ്ങളൊക്കെ അറിയുന്ന ആളാണ്. എല്ലാവരും വീഡിയോക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കൂ. ഒരു ദിവസം എല്ലാം തിരിച്ചറിയും, സത്യം മനസ്സിലാകും. വീഡിയോ അവസാനിപ്പിക്കുന്നു. അതേസമയം വഹാബികളെ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് സുന്നികളുടെ പിന്തുണ ലഭിക്കുമെന്ന് കരുതിയാണോ വഹാബികളെ പറയുന്നതെന്ന ചോദ്യവും ഷിഹാബിന്റെ വീഡിയോക്ക് താഴെ ഉയർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല നിരവധി പരിഹാസ മറുപടികളാണ് വീഡിയോക്ക് താഴെ മറുപടിയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഫോട്ടോ എടുക്കുന്നത് നിഷിദ്ധമാണെന്ന് ഷിഹാബ് പറഞ്ഞതായി പറയപ്പെടുന്ന കാര്യത്തിൽ വീഡിയോയിൽ മൗനം അവലംബിക്കുകയാണ്. ഷിഹാബിന്റെ നടന്നുള്ള ഹജ്ജ് യാത്രയുടെ തുടക്കത്തിൽ വലിയ പിന്തുണ നേടാൻ സാധിച്ചുവെങ്കിലും തുടർന്ന് വഴിയിൽ വെച്ച് ആകാശത്ത് അള്ളാഹുവിനെ കണ്ടു എന്ന് ധനിപ്പിക്കുന്ന രീതിയിൽ അവകാശവാദം ഉന്നയിച്ചതും വിമർശകരെ കുരക്കുന്ന പട്ടികൾ എന്ന് സമം ചേർത്ത് പറയുകയും ചെയ്തതോടെയാണ് ഹജ്ജ് യാത്രക്കിടയിൽ വിമർശനം കടന്നുവന്നത്. ഇതോടെ യൂട്യൂബ് ഹാജി എന്ന പേര് ഷിഹാബ് സ്വന്തമാക്കി. തുടർന്ന് പാകിസ്ഥാൻ വിസ പ്രതിസന്ധിയും പാകിസ്ഥാനിൽ നിന്നും ഇറാനിലേക്കുള്ള വിമാനത്തിൽ ആകാശയാത്രയും തുടർന്ന് ഇറാനിൽ നിന്നും ബൈക്ക് യാത്രയും ഒക്കെ വിവാദങ്ങളായി മാറി. ഹജ്ജ് നിർവഹിച്ചു മടങ്ങിയ ഷിഹാബിന് കേരളത്തിൽ ലഭിച്ചത് തണുത്ത സ്വീകരണമാണ്. ഇതിനിടയിൽ സുഗന്ധദ്രവ്യങ്ങളുടെ പരസ്യവും മറ്റുമായി കടന്നു പോകുമ്പോഴാണ് രാമലല്ല വിവാദം കടന്നുവരുന്നത്. അയോധ്യയിലെ രാമവിഗ്രഹം പ്രതിഷ്ഠാ ദിനത്തിൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചും അഭിനന്ദിച്ചും രംഗത്ത് വന്നിരുന്നു. ഇത് വിവാദമായതോടെ പോസ്റ്റ് മുക്കി വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനിടയിലാണ് പശ്ചിമ ബംഗാളിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഷിഹാബ് സാന്നിധ്യം ഉറപ്പിക്കുന്നത്. പശ്ചിമ ബംഗാളിലാണ് വിവിധ മുസ്ലിം പരിപാടികളിൽ ഷിഹാബ് അതിഥിയായി കൂടുതൽ കടന്നുവന്നത്. ഇവിടെ വെച്ചാണ് സെൽഫി എടുക്കാൻ ശ്രമിച്ച ആദിവാസി യുവാവിന്റെ മൊബൈൽ പിടിച്ചു വാങ്ങുകയും എറിഞ്ഞു ഉടക്കുകയും രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഫോട്ടോ, വീഡിയോ പകർത്തൽ ഹറാമാണെന്നും നിഷിദ്ധമായ കാര്യങ്ങളിൽ ഇപ്പോൾ താൽപ്പര്യമില്ല എന്നാണ് ഷിഹാബ് ചോറ്റൂരിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തുവന്ന വിവരങ്ങൾ. തുടർന്നുള്ള വീഡിയോ വിശദീകരണത്തിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഷിഹാബ് വിശദീകരിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഫോണിൻ്റെ വീഡിയോൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ആ പരിപാടിയിലേക്ക് ആളുകളെയും വയസ്സായ ഹസ്രത്തിന് ഉസ്താദിനെ പോലും ഉന്തിയിട്ട് സ്റ്റേജിലേക്ക് ഓടി വന്നൊരു പയ്യനായിരുന്നു അത്. അതിൻ്റെ മുന്നിലത്തെ വീഡിയോ കട്ട് ചെയ്തു വഹാബികൾ, അതിൻ്റെ ശേഷമുള്ള വീഡിയോകളും വഹാബികൾ യുക്തിവാദികൾ കട്ട് ചെയ്തിട്ടാണ് റിയാക്ട് ചെയ്തത്. അതിൻ്റെ ശേഷം അയാളെ ഞാൻ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് തന്നെ. അതും വന്നില്ല. അതിൻ്റെ മുന്നേ ഓടി വന്ന് അഗ്രസീവായിട്ടുള്ള ഒരു ട്രൈബൽസിൻ്റെ ഏരിയ, ആദിവാസി ഏരിയ, ബംഗ്ലാദേശിലാണ് സംഭവം. ബംഗ്ലാദേശിൻ്റെ ബോർഡറിലാണ് സംഭവം. ബംഗ്ലാദേശിൻ്റെ 1 കിലോമീറ്റർ അടുത്തുള്ള സംഭവമാണത്. ട്രൈബൽസ് ഏരിയ, ആദിവാസി ഏരിയയാണ്, മുസ്ലിം ആദിവാസി ഏരിയ. അവിടെ അഗ്രസീവായിട്ടുള്ള ജനങ്ങളാണ്, അറിവ് വളരെ കുറവുള്ള ആളുകളാണ്.
അവിടെ ചെന്നിട്ട് പരിപാടീൻ്റെ സമയത്ത് 10,000-കണക്കിന് ആളുകളുള്ള പരിപാടിയിൽ ഈ ഒരു മനുഷ്യൻ, പല ആളുകളുണ്ട് അതിലിങ്ങനെ, ഒരാൾ മാത്രം ഉസ്താദുമാരെയും കമ്മിറ്റി ഭാരവാഹികളും തള്ളിയിട്ടുകൊണ്ട് ഓടി വരുന്ന വീഡിയോ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കും. അതിനുശേഷം അയാളെ തന്നെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അവരെ ബഹുമാനിക്കണം, ഞാൻ ചെയ്തത് തെറ്റ്, എന്നോട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞ് ആ മൊബൈൽ കൊടുത്തിട്ട് മൊബൈലിന് എന്തെങ്കിലും പറ്റിക്കണമെന്ന് നോക്കിയിട്ട് മാപ്പ് പറയുന്ന വീഡിയോ ഉണ്ട്. അതും വരില്ല. കാരണം എല്ലാവർക്കും ആവശ്യം തെറ്റുകളും കുറ്റങ്ങളും മാത്രമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ മനസ്സിൽ കയറൂല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ പോലും അൽഹംദുലില്ലാ ഇന്ന് വരെ പറ്റിക്കുകയോ കളവ് പറയുകയോ ചെയ്തിട്ട് ഞാൻ ഒന്നും നേടിയെടുത്തിട്ടില്ല. ഇന്ന് വരെ ഇത്രയൊക്കെ വിവാദം ഉണ്ടായിട്ടും ഷിഹാബ് ചോറ്റൂർ 1 രൂപ ഒരാളിൽ നിന്ന് പറ്റിച്ചു എന്നോ, 1 രൂപ ഒരാളിൽ നിന്ന് പിരിച്ചു എന്നോ, 1 രൂപ ഒരാളിൽ നിന്ന് വാങ്ങിയെന്നോ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നെ എന്ത് തെരയും വിളിച്ചോ, എൻ്റെ വീട്ടുകാരെ നിങ്ങളൊന്നും പറയരുത്. എൻ്റെ വീട്ടുകാരെ പറയുന്ന ഏതവനാണെന്നുണ്ടെങ്കിലും എനിക്കും എൻ്റെ വാപ്പയും ഉമ്മയും ഉള്ളതുപോലെ നിങ്ങൾക്കും വാപ്പയും ഉമ്മയും ഉണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരോടും സ്നേഹം മാത്രം. ഇനിയും ഒരുപാട് വിവാദങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വഹാബികളുടെ അടുത്തു നിന്നും യുക്തിവാദികളുടെ അടുത്തു നിന്നും. നിങ്ങളുടെ പണി നിങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുക, എൻ്റെ പണി ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കാം. ഞാനൊരു ഔലിയല്ല, ഞാനൊരു പണ്ഡിതനല്ല, ഞാനൊരു ആലിമല്ല, ഒന്നുമല്ല. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ഞാൻ ചെല്ലുന്നിടത്ത് ഈ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പറയുന്നത് പോലെ യൂട്യൂബ് ഹാജി ആയിട്ടോ എന്തോന്നറിയില്ല, നിങ്ങൾ പറഞ്ഞ അങ്ങനെ ആക്കിയതല്ലേ, അതായിക്കോട്ടെ, അത് നിങ്ങളും റബ്ബും. അതുകൊണ്ട് കുറച്ച് ആളുകൾ കൂടുന്നുണ്ട്, അറിവില്ലാത്ത ഒന്നുമില്ലാത്ത ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളിലേക്ക് അന്നം എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഒരാളെ കയ്യിൽ നിന്ന് 1 രൂപ പിരിച്ചിട്ടല്ല, എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ പൈസ കൊണ്ട്. എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് തരുന്ന ആ ഒരു ചെറിയ തുച്ഛമായ പൈസ ഞാൻ അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നു. നിങ്ങൾ എന്തോ പറഞ്ഞോളി. അന്ന് ആ സ്റ്റേജിൽ മലയാളികളായ ഉസ്താദുമാരുണ്ട്, അവർ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വിലയിടുമ്പോൾ ആഖിറത്തിൽ ഒരുപക്ഷെ നമ്മൾ ഒന്ന് നേരിടേണ്ടി വരും തീർച്ചയായിട്ടും. എൻ്റെ അടുത്ത് ഒരു സാധാരണക്കാരനായതുകൊണ്ട് സംഭവിക്കുന്ന ഇങ്ങനത്തെ ചില ചെറിയതും വലുതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണർത്തി തരുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് പകർത്താനും അത് പിന്തുടരാനും സാധിക്കും. അള്ളാഹു എല്ലാം പൊരുത്തപ്പെട്ട് തരട്ടെ. ഒന്നും അറിവില്ലാത്ത ഒരാളല്ലേ ഞാൻ. ഒരു ഹിന്ദിക്കാരിടയിലും ഞാൻ അറിവുള്ളവനാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. എൻ്റെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ നടന്നതാണ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പല ഉദാഹരണങ്ങളും നിങ്ങൾ നോക്കണം കേട്ടോ. ഇതിൻ്റെ മുന്നേ പല വിവാദങ്ങൾ ഉണ്ടായപ്പോഴും വിവാദം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത പല മാധ്യമങ്ങളുണ്ട്. തലയിൽ കെട്ടിയ ഉസ്താദുമാരുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്. അമ്പലത്തിൽ പാട്ട് പാടാൻ പോയി എന്ന് പറഞ്ഞു, കളവായില്ലേ? ഞാൻ അന്ന് സ്ഥലത്ത് പോലും ഇല്ല. വഹാബികളുടെ പുസ്തകത്തിന് പ്രചരണം നടത്താൻ പോയി എന്ന് പറഞ്ഞു. ജീവൻ ഉണ്ടെങ്കിൽ പോകും മനുഷ്യൻ. അത് കളവായില്ലേ? അങ്ങനെ കണ്ട് എന്തൊക്കെ വന്നു അതൊക്കെ തിരുത്തിയില്ലേ, അവരെന്നെ തിരുത്തി. എന്നോട് ഇപ്പം അടുത്തൊരു ദിവസം എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം എന്നോടൊരു ദിവസം നാടകം വരെ എന്നെ കുറിച്ച് തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച ഒരാൾ ഫോൺ വിളിച്ചിട്ട് മാപ്പ് ചോദിച്ച് പൊരുത്തപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അറിയുന്ന ആളാ, അയാൾക്കറിയാം, അയാളിത് കേൾക്കുന്നുണ്ടാവും. അതാണ് അവസ്ഥ. വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ തെളിയിക്കുന്നതല്ല ഞാൻ കാര്യം പറയുന്നതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി. എന്ത് തെറ്റ് പറ്റും, സാധാരണക്കാരനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, നിങ്ങൾ ധരിച്ചു വെച്ചതുപോലെ ഒരു ഹിന്ദിക്കാരുടെയിലും ഞാൻ ചെന്നിട്ട് ഞാൻ മഹാനാണെന്നോ ഔലിയാണെന്നോ ഞാൻ പറയുന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഞാൻ മേടിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വലിയ നഷ്ടം സംഭവിച്ചു പോകും. കാരണം എൻ്റെ കൂടെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് ഒരു ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ ആരായിക്കോട്ടെ, ഞാൻ വെല്ലുവിളിക്കല്ല, ഒരു ദിവസം നിങ്ങൾ എൻ്റെ കൂടെ ഇവിടെ വരണം. ഞാനിവിടെ എന്ത് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങൾക്ക് തോന്നും, അപ്പോൾ ഇതാണില്ലേ ഇവിടുത്തെ അവസ്ഥ എന്ന്. അത് സത്യമാണ്. നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തോളി, എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോളി. പക്ഷേ സത്യം മനസ്സിലാകും. ഒരു കാലത്ത് ഒരു ദിവസം ഒരു പൈസ ഉണ്ടാക്കാനോ ഒരു സാമ്പത്തിക നേട്ടത്തിനോ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഞാൻ ഹജ്ജിന് നടന്നു പോയിട്ടില്ല. ഇങ്ങനത്തെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വജഹല്ലാതെ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരോടും സ്നേഹം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.